വാട്സ്ആപ്പ് ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതൊന്നും വേറൊന്നുമല്ല. കഴിഞ്ഞ വീഡിയോസ്, ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു മൈക്ക് വാങ്ങണം, പിന്നെ ഇച്ചിരി വൈഡാക്കി എടുക്കണം, റോഡൊന്നും കണ്ടുകൂടാ, സോ വണ്ടിയുടെ ഇത് ഇത്രയും മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞു. സോ അത് വേറെ ഒന്നും അല്ലായിരുന്നു. ആദ്യത്തെ GoPro യൂസറാണ്, അപ്പം എനിക്കിതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ കാര്യങ്ങൾ, അഡാപ്റ്റർ, മൈക്ക്, പിന്നെ ജയമൗണ്ട് പോലത്തെ സംഭവങ്ങളൊക്കെ വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, മൈക്ക് ഒഴിച്ച്. കാരണം മൈക്കിൻ്റെ അഡാപ്റ്റർ തന്നെ ഒരു 5000 റുപ്പീസ് റേറ്റ് വരുന്നുണ്ട്. സോ അതൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ജയമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇപ്പം അടിപൊളി ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ലേ. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ ഇങ്ങനെ എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. പറ്റൂലെന്ന് പറഞ്ഞാൽ യൂ-ടേൺ എടുത്ത് ഞാൻ വീട്ടിൽ പോവാം, അത്രേ ഉള്ളൂ. സത്യസന്ധനായ ഉണ്ണി, നല്ലവനായ ഉണ്ണി. പിന്നെ അത് എവിടെയാണ്? പേയാടാണ്. അപ്പോൾ പോവാം. ഇത് റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ് ആണ്. അപ്പോൾ തിരിച്ച് പോകാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ യൂ-ടേൺ എടുത്തിട്ട്. പിന്നെ സത്യമൂലം ഉണ്ടോ? ആ, സത്യമൂലം ഉണ്ട്. സത്യമൂലം ഉണ്ട്. എൻ്റെ ചിറ്റേരെ അവിടെ പോകാൻ പറ്റാതെ? അല്ല, ചിലപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചു വിട്ടില്ലല്ലോ വീട്ടിൽ, അതുകൊണ്ട് ഞാൻ പണിയാൻ വേണ്ടി ഇറങ്ങി. അല്ല കേട്ടോ, അല്ല ഒരിക്കലും അല്ല കേട്ടോ. ഞാനിത് നിങ്ങൾ തിരിച്ചു വിട്ടില്ലെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് യൂ-ടേൺ അതുവരെ പോയത്. പേയാട് വരാം. അല്ല, നിങ്ങൾ നീ തിരിച്ചുവിട്ടില്ലേ ഞാൻ അവിടെ കിടക്കേണ്ടി വരൂല്ലേ. ഇതുവരെ ചെക്കിങ്. എൻ്റെ വീട് മരുതൻകുഴിയില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ അങ്ങോട്ട് വരാം. അല്ലല്ല, തിരിച്ചെന്നെ വിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഒരു GoPro ഒക്കെ സെറ്റ് ചെയ്തിട്ട് പോരെയാണ്. ശരത്തെന്നാ പേര്. എവിടെ സ്ഥലം? മരുതൻകുഴിയില്ല. ഓക്കെ.
അടിപൊളി പോലീസുകാരെന്ന് പറയുമ്പോൾ അടിപൊളി പോലീസുകാർ, ഒന്നും പറയാനില്ല. അടിപൊളി പോലീസുകാർ. എന്നെ പോലീസ് പിടിച്ചായിരുന്നു. ഇപ്പം ഞാൻ എന്നിട്ട് കുണ്ടാങ്കടവ് വെച്ചിട്ടേ അങ്ങോട്ട് പോകുന്നവർക്ക് മാത്രം പോലീസ് പിടിക്കുന്നു. ഞാൻ ഇപ്പുറത്ത് വന്നു, എന്നിട്ട് ഞാൻ അവിടുന്ന് യു ടേൺ എടുത്തായിരുന്നു കേട്ടോ. യു ടേൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാറേ ചിറ്റയുടെ വീട്ടിൽ പൈസ വാങ്ങാൻ വേണ്ടി പോവാന്ന്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പൈസ വാങ്ങാൻ പോവാണ്. അപ്പം ഞാൻ തിരിച്ചു പോവാം, കാരണം എന്നെ തിരിച്ചു വിട്ടില്ലല്ലോ. അയ്യോ അങ്ങനെ പറയല്ലോ, നിന്റെ റെക്കോർഡിങ് കാര്യങ്ങളുണ്ട്. ഇനി സാറുമാർ നാളെ വിട്ടില്ലെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വന്നാലോ എന്ന് വിചാരിച്ച് എന്നെ വിട്ടു.